വിജയരാഘവൻ എപ്പോഴും ഒരു വിവാദ പുരുഷനാണ്. കാരണം അദ്ദേഹം ഇപ്പോഴത്തെ പല പ്രസ്താവനകളും പലപ്പോഴും പാർട്ടിക്ക് തന്നെ കുഴപ്പമായിട്ടുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എനിക്ക് തോന്നുന്നത് പ്രായം തികയാതെ വിരിഞ്ഞ മുട്ട പോലെയാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഇരിക്കാൻ ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ്. അതിലൊന്നും പരിചയം അദ്ദേഹത്തിനില്ല. പിന്നെ ചില അസ്മാദി പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പിണറായി വിജയന്റെ വിശ്വസ്തനായതുകൊണ്ട് അവിടെ കയറിയിരുന്നതാണ്. കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയായി. അന്ന് ഈ ഗോവിന്ദമാഷ് ഇവിടെയുണ്ട്. ഗോവിന്ദമാഷയൊക്കെ കിടന്നിട്ടാണ് പാർട്ടി സെക്രട്ടറി. MA ബേബിയോ അതുപോലുള്ള നേതാക്കളെയൊക്കെ കിടന്നിട്ടാണ് ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയത്. അപ്പോൾ പാർട്ടി സെക്രട്ടറിയായി ഇദ്ദേഹം കൊടിയേരി മാറിയ കാലത്ത്. അപ്പോൾ അദ്ദേഹം ഇപ്പൊ നടത്തിയ 2 പ്രസ്താവനകൾ വളരെ വിവാദമായി. അതിൽ ഒരെണ്ണത്തെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ UDFന്റെ വിജയം ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും പിൻബലം കൊണ്ടാണ്. രണ്ടാമത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയത്, വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചത് വർഗീയ വോട്ടുകൾ കൊണ്ടാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ തങ്ങളുടെ അണികളെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും, കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വോട്ടാണ് എല്ലാത്തിലും കിട്ടിയത്, സമാധാനിപ്പിക്കാനുള്ളൊരു വാചകം എന്ന രൂപത്തിൽ നമുക്ക് തള്ളിക്കളയാമായിരുന്നു. കാരണം അത് കുറെ കാലമായി നമ്മുടെ ഗോവിന്ദമാഷും അത് പറയുന്നുണ്ട്. MV ഗോവിന്ദമാഷും അതൊക്കെ പറയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി, SDPI, ഇത് കേട്ടാത്തൊന്നും കേരളത്തിലെ വോട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും ഒരു വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു. അതില്ല എന്നുള്ളത് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണെങ്കിൽ 2012 വരെ LDFന്റെ കൂടെയായിരുന്നു. അവർ 2012 ശേഷമാണ് LDF നിന്ന് വിടുന്നത്. അവർ LDFന് ഉള്ള പിന്തുണ ഒഴിവാക്കുന്നത്. അതുപോട്ടെ, SDPI ആണെങ്കിൽ ചില സ്ഥലത്ത് പ്രാദേശിക തലത്തിലെങ്കിൽ ഇവരുമായിട്ട് സഖ്യമുണ്ട്. ഇല്ലാന്നൊക്കെ ഇവർ പറഞ്ഞാലും ഉണ്ട്. അതൊന്നുമല്ല വിഷയം. UDFനുണ്ടായ വിജയം, പ്രത്യേകിച്ചും വയനാട്ടിലുണ്ടായ വിജയം SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വിജയമാണ്, അല്ലെങ്കിൽ വർഗീയ വിജയമാണ് എന്നാണ് വാചകം. വർഗീയ വിജയമാണെന്ന് എങ്ങനെ പറയുക? ഒന്നാമത്തെ കാര്യം, അവിടെ മുസ്ലിങ്ങളാണ് അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ അവിടെ നിന്ന് സ്ഥാനാർത്ഥി മുസ്ലിം അല്ലല്ലോ. ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് വർഗീയം നമുക്ക് പറയാം. നേരെ മറിച്ച് നമ്മൾ നോക്കൂ, കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഇപ്പൊ പാലായിൽ നിങ്ങൾക്ക് റോമൻ കാത്തലിക് അല്ലാത്ത ഒരാളെ നിർത്തിയേൽപ്പിക്കാൻ പറ്റും. അതുപോലെ ഓരോ മണ്ഡലങ്ങളും നമുക്ക് എടുത്താൽ ഇന്ന മണ്ഡലങ്ങളിൽ, നേരെ മറിച്ച് മലപ്പുറത്ത് AK ആന്റണിക്കും ജയിക്കാം, തിരൂരങ്ങാടിയിൽ AK ആന്റണിക്ക് ജയിക്കാമായിരുന്നു. നമുക്കറിയാം, ജയിച്ചിട്ടുണ്ട്. മറ്റു പല നോൺ മുസ്ലിംസും ജയിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം അല്ലാത്ത നിരവധി പേർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് വർഗീയതയുണ്ട്. നേരെ മറിച്ച് പാലയിൽ വർഗീയതയില്ല, എറണാകുളത്ത് ലാറ്റിൻ കാത്തലിക് അല്ലാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല, അതിൽ വർഗീയതയില്ല. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഈഴവർക്ക്, വേറെ സ്ഥലത്ത് നായർക്ക്, ഇവരുടെയൊക്കെ കോട്ടയുണ്ട് ഇവിടെ. അവർക്കൊന്നുമില്ലാത്ത വർഗീയത വയനാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ 2 സമുന്നതരായ നേതാക്കൾക്ക് അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി. ഇനി അവിടെ വോട്ട് ചെയ്ത് മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടുത്തെ ഇടതുപക്ഷക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിഞ്ഞൂടെ, കണക്ക് നോക്കി അറിയില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ചെയ്ത വാർഡുകൾ എത്ര പേർ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്? പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സംശയം എനിക്കില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. പറയുമ്പോൾ വോട്ട് മൊത്തം കുറഞ്ഞു, ഭൂരിപക്ഷം കൂടി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് കുറഞ്ഞു എന്ന് അതിന്റെ അർത്ഥം. ഇടതുപക്ഷത്തിന്റെ വോട്ട് പോലും പ്രിയങ്ക ഗാന്ധിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇടതുപക്ഷക്കാരും മുസ്ലിം വർഗീയവാദികളാണ്. മാത്രമല്ല, ഞാനിതിനെ കാണുന്നത് ഇതൊരു നയം മാറ്റമാണ്. അത് പറയാൻ കാരണം, വിജയരാഘവന്റെ പ്രസ്താവനയെ MV ഗോവിന്ദൻ അടക്കം ബാക്കി എല്ലാവരും സാധൂകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞു അത് ശരിയല്ലേ, എന്താ തെറ്റ്? ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞാൽ, SDPI പറഞ്ഞാൽ എന്താണ് മുസ്ലിങ്ങൾക്ക് കുഴപ്പം? മുസ്ലിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ പോത്തിനെ ചാരി ചാത്തനെ തല്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതുപോലെയുള്ള പണിയായി ചെയ്തത്. എന്താ കാര്യം? ജമാഅത്ത് ഇസ്ലാമിയെ ചൂണ്ടി അല്ലെങ്കിൽ SDPI മുന്നിൽ നിർത്തി നിങ്ങൾ തല്ലുന്നത് മുസ്ലിം ജനവിഭാഗത്തിനെയാണ്. എന്തിനാ അത് ചെയ്യുന്നത്? CPM ഔദ്യോഗികമായി CPM അംഗീകരിക്കുന്നു. TP രാമകൃഷ്ണൻ പറഞ്ഞു, ഇവരെല്ലാവരും പറഞ്ഞു. അവർ പറഞ്ഞതിന്റെ കാര്യം എന്താ? അവർക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. ആലപ്പുഴയാവാം, കോട്ടയത്താവാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പല സ്ഥലങ്ങളിലാവാം, ആറ്റിങ്ങലാവാം, എല്ലാ സ്ഥലത്തും വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി CPMന്. ആ വോട്ട് ചോർച്ച BJPയിലേക്കാണ് പോയത്. അതിന് കാരണമായി പറഞ്ഞത് അന്ന് വന്നൊരു വാദം മുസ്ലിം പ്രീണനത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് CPM എന്നാണ്. ആ പേര് മാച്ച് കളയണം. ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണ്, സംഘപരിവാറിന്റെ വോട്ട് കിട്ടാൻ അർഹരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് വിജയരാഘവൻ ഇത് പറഞ്ഞത്. അതിനെ MV ഗോവിന്ദനും അല്ലെങ്കിൽ മറ്റുള്ളവരും എൻഡോഴ്സ് ചെയ്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി അതിന്റെ നയത്തിൽ മാറുന്നു.
പക്ഷെ ഒരു ഗുണമുണ്ടായി. കേരളത്തിലെ ഏതാണ്ട് എല്ലാ മുസ്ലിം സംഘടനകളും CPM-നെ ഏതാണ്ട് പരോക്ഷമായോ പ്രത്യക്ഷമായോ സപ്പോർട്ട് ചെയ്യുന്ന കാന്തപുരം AP വിഭാഗം പോലും ഈ പ്രസ്താവന മുസ്ലിങ്ങൾക്കെതിരായ പ്രസ്താവനയായിട്ട് തന്നെയാണ് എടുത്തത്. സമസ്ത പറഞ്ഞു, കാന്തപുരം പറഞ്ഞു, മുജാഹിദ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ആ വിഭാഗങ്ങളൊക്കെ ഒന്ന് ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണ്, സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ്. അതിന് കാരണം വേറൊന്നുമുണ്ട്. ഇവിടെ അതേ മുദ്രാവാക്യമാണ് കഴിഞ്ഞ കുറെ കാലമായി കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ? ഇവിടെ വലിയ തോതിൽ മുസ്ലിം വർഗീയത ഞങ്ങൾക്കെതിരായി നിൽക്കുന്നു, മുസ്ലിം വർഗീയതയെ CPM സപ്പോർട്ട് ചെയ്യുന്നു. CPM-ന് അത് പറയാം, ഞങ്ങൾ ഇനി മുസ്ലിം വർഗീയതയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, മുസ്ലിം ഞങ്ങൾക്ക് ആവശ്യമില്ല, മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഹിന്ദു വോട്ട് പഴയത് പോയി തിരിച്ചു കിട്ടണം. കാരണം ആലപ്പുഴയൊക്കെ അല്ലെങ്കിൽ വെച്ചതൊട്ടില്ല. കായംകുളം മണ്ഡലത്തിൽ CPM 3-ാം സ്ഥാനത്താണ്, അവിടുത്തെ LDF സ്ഥാനാർത്ഥി 3-ാം സ്ഥാനത്താണ്, അവിടെ MLA ഉള്ളതാ, MLA ഉള്ള സ്ഥലത്താണ് 3-ാം. അപ്പോ പ്രശ്നം എന്താ? ഇങ്ങനെ പോയ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രം, അത് പക്ഷേ മുസ്ലിം സമൂഹവും കേരളത്തിലെ മതേതര സമൂഹവും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സംഭവിക്കുക, കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് വോട്ടാണ് ഇനി LDF-ന് ഇത് വെച്ച് കിട്ടുക. ഈ തന്ത്രം അവർക്ക് പാളാനാണ് പോകുന്നത്. മാത്രമല്ല, സംഘപരിവാർ പറഞ്ഞിരുന്ന ആശയങ്ങൾ, വാദങ്ങൾ അങ്ങനെ തന്നെ ഉയർത്തുകയാണ്. വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയപ്പോൾ ആ കൊടി പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ അതേ ന്യായമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാരണം മുസ്ലിം വോട്ട് കൊണ്ടാണ് ഇവർ ജയിച്ചത്. കാരണം അല്ലെങ്കിൽ 4,10,000 വോട്ട് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അവിടെ SDPI-യുടെ വോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും കൂടി കൂട്ടി എത്ര ഉണ്ടാവുമെന്ന് വിചാരിച്ച്. ഇപ്പൊ പാലക്കാട് 18,000 വോട്ട് കിട്ടി. SDPI ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുണ്ട്, അവിടെ 1000 വോട്ട് തികച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക്. അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കും അത്രയൊന്നും വോട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്? അതിന് കാരണം വളരെ വ്യക്തമാണ്. മാത്രമല്ല, PDP ഇവരുടെ കൂടി ഉണ്ട് താൻ. PDP ഇടതുപക്ഷത്തിന് പരസ്യമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കുന്നു. ഇതിനൊരു ദീർഘകാല ലക്ഷ്യം കൂടിയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യ മുന്നണിയിൽ ഇനി തുടരുന്നതിന് CPM-ന് താല്പര്യമില്ല. CPI-ക്ക് താല്പര്യം ഉണ്ടാവാം, ബാക്കി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവാം. ജനതാദൾ പിന്നെ പറയാൻ പറ്റില്ല, അവരിപ്പോ തന്നെ കുമാരസ്വാമി അപ്പുറത്താണ്. അപ്പൊ പിന്നെ ആരുമില്ല. പിന്നെ ആരുള്ള കേരള കോൺഗ്രസിന് എവിടെ നിന്നാലും എന്താ കുഴപ്പം? അപ്പോ CPI മാത്രമാണ് വട്ടത്തിലാവാൻ പോണതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇന്ത്യ മുന്നണിയെ തുടരാൻ CPM-ന് താല്പര്യമില്ല. അപ്പൊ ആകെയുള്ളത് പ്രശ്നം എന്താ വെച്ചാൽ 3 MP-മാർ അവിടെ നിന്നുള്ളവരാ. ഇന്ത്യ മുന്നണിയായിട്ട് ജയിച്ച 3 MP-മാരാ CPM-നുള്ളത്. അവരെന്ത് നിലപാടെടുക്കുമെന്ന് അറിയില്ല. CPI-ക്ക് ഇത് നിലപാടെടുക്കേണ്ടി വരും. അവരെത്ര മിണ്ടാതിരുന്നാലും CPI-യുടെ അണികൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വരും. കാരണം മുസ്ലിം വോട്ട് കൊണ്ടാണോ അല്ലെങ്കിൽ മുസ്ലിം വർഗീയത കൊണ്ടാണോ രാഹുൽ ഗാന്ധി ജയിച്ചത് എന്ന, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് എന്ന BJP-യുടെ ആർഗ്യുമെന്റിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ CPI? വിനോദ് നിമിഷം മറുപടി പറയേണ്ടതാണ്. ആ BJP-യുടെ ആർഗ്യുമെന്റ് തന്നെ അതുപോലെ CPM ഉന്നയിക്കുമ്പോൾ, BJP ഉന്നയിക്കുമ്പോൾ നമുക്ക് എതിർക്കാം, പക്ഷെ CPM ഉന്നയിക്കുമ്പോഴോ CPI എന്ത് ചെയ്യും? ഈ ചോദ്യമുണ്ട്. അപ്പൊ വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM വിട്ടുപോരുന്ന സ്വതന്ത്രമായി നിൽക്കാനുള്ള സാധ്യത അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ഹിന്ദു പ്രീണന വോട്ടുകളാണ്. അതിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശനൊക്കെ രംഗത്തിറങ്ങിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിനകത്ത് കുഴപ്പമുണ്ടാക്കുക, അങ്ങനെ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ കൊടുക്കുക, അല്ലെങ്കിൽ സുകുമാരൻ നായർ രമേശ് ചെന്നിത്തല സ്വീകരിക്കുക, കോൺഗ്രസിനകത്ത് കുഴപ്പമുണ്ടാക്കുക. ഇതൊന്നും കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജീവിതത്തിൽ ഇന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ പിന്താങ്ങിയ ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ല കേരളത്തിൽ. അതുകൊണ്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാളുടെ കാര്യം കട്ടപ്പോകുകയാണ്. ഇത് രമേശ് ചെന്നിത്തല എന്ന സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, അവിടെ നിന്ന് പോയി പിന്തുണ വാങ്ങിക്കരുത്. അങ്ങേക്ക് ഇനി ജീവിതത്തിൽ ഒരു വോട്ടും കിട്ടാൻ പോകില്ല, ഒരു തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാൻ പോകുന്നില്ല. അങ്ങേക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങ് തോൽക്കും. അതുകൊണ്ട് ഇത്തരം ആളുകളെയല്ല കാണേണ്ടത്. യഥാർത്ഥ അഖിലേന്ത്യാ തലത്തിലുള്ള ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ശക്തിപ്പെടുത്തുക. ഇന്ത്യ മുന്നണിയുടെ സമുന്നതനായ നേതാക്കൾ ജയിച്ചത് വർഗീയ വോട്ട് കൊണ്ടാണ്. പാർലമെന്റ് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ പ്രതിപക്ഷത്തിന്റെ പിന്നിലാണ് കെ രാധാകൃഷ്ണൻ പോയിരിക്കണമെന്ന് ആലോചിക്കണം. എന്നിട്ട് വർഗീയ വോട്ട് കൊണ്ട് ജയിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കേണ്ടി വരും ഇവർക്ക്. അതാണ് നമ്മുടെ മുൻ മന്ത്രി മുരളീധരൻ പറഞ്ഞത്. നിങ്ങൾ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു സംഘത്തിൽ പിന്നാലെ പോണ്ടി വരും. അതിനർത്ഥം നിങ്ങളുടെ രാഷ്ട്രീയം പപ്പരായിരിക്കുന്നു എന്നാണ്. അത് സംഘപരിവാറിന് അനുകൂലമായിരിക്കുന്നു. ഇത് വിജയരാഘവൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. അത് BJP-കാർ ആഘോഷിക്കുന്നു. ഇതിനു മുമ്പ് P. മോഹനൻ കോഴിക്കോട് ഇതേ രൂപത്തിലുള്ള പ്രസ്താവന നടത്തി, നമ്മൾ ഓർമ്മയുണ്ടാവും. P. മോഹനൻ നടത്തിയ പ്രസ്താവനയും ഇതിന് സമാനമാണ്. അദ്ദേഹത്തിന് അത് തിരുത്തി പിൻവലിച്ചു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും
ഒരു കാര്യവുമില്ല. ജമാഅത്ത് ഇസ്ലാമിയെയോ SDP കാട്ടി മുസ്ലിം സമുദായത്തെ അടിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വലിയ തിരിച്ചടിയായിരിക്കും ഇവർക്ക് കിട്ടുക.